സദസ്സിന് വന്ദനം. ഒരു കാലഘട്ടത്തിൽ പഠിച്ചു വളരേണ്ട പല കാര്യങ്ങളും ഒരുപക്ഷെ ആ കാലം കഴിഞ്ഞ് നമ്മൾക്ക് കിട്ടുക എന്നുള്ളത് വളരെ അപൂർവമായിട്ട് ലഭിക്കുന്ന ഭാഗ്യമാണ്. അത്തരത്തിൽ ഭാഗ്യം സിദ്ധിച്ച ഒരാളാണ് ഞാൻ. എൻ്റെ പേര് ഹിതേഷ് പത്തിയിൽ. ഞാൻ പൂജാ പഠനം 4ാം ബാച്ചിലാണ് പഠിക്കുന്നത്. അർച്ചക പ്രഥമ പരീക്ഷ പാസ്സായിട്ടുണ്ട്. അതിനുശേഷം ഇപ്പോൾ ഉപരിപഠനം തുടർപഠനം നടത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോ നമുക്കൊക്കെ പല പല കാര്യങ്ങളും കുട്ടിക്കാലത്ത് മിസ്സായി പോയിട്ടുണ്ടെന്ന് തോന്നിയിട്ടുണ്ടാവും. അങ്ങനെ മിസ്സായി പോയ കാര്യങ്ങളെല്ലാം കൂടി ഒരു വേദിയിൽ കിട്ടുക എന്നുള്ളത് വളരെ അപൂർവമായിട്ടുള്ള ഭാഗ്യമാണ്. അത്തരത്തിലൊരു ഭാഗ്യം നമുക്കായി കരുതി വെച്ചത് നമ്മുടെ ഗുരുനാഥൻ ഹരിഗോവിന്ദൻ എറാഞ്ചേരിയും അദ്ദേഹത്തിൻ്റെ ഒപ്പം തന്നെ പ്രവർത്തിക്കുന്ന ശ്രീരാമനേട്ടനും മാത്രമല്ല മറ്റനേകം ആൾക്കാർ കൂടിയിട്ടുള്ളതാണ്. അങ്ങനെ ഒരു പലരുടെയും സ്വപ്നമായിട്ട് ഒരു താന്ത്രിക വൈദിക സ്റ്റഡി റിസർച്ച് സെന്റർ TVSRC എന്നൊരു സംഘടന രൂപീകരിക്കുകയും അതിലൂടെ ഇപ്പോൾ പൂജാ പഠനം മാത്രമല്ല മറ്റ് അനുബന്ധ പല പഠനങ്ങളും ഒരുമിച്ച് നമ്മൾ നടത്തിപ്പോയിരുന്നു. പൂജ പഠനം കൂടാതെ ഋഗ്വേദ പഠനം, തന്ത്രസമുച്ചയം പഠനം, പിന്നെ വാസ്തു ജ്യോതിഷം എന്നിങ്ങനെ പല മേഖലകളിലും നമ്മൾ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. ഇപ്പോൾ അനേകം ശിഷ്യന്മാരും ഗുണഭോക്താക്കളും ഒക്കെ ഈ ഗ്രൂപ്പിലുണ്ട്. ഉപനിഷത്ത് പഠനം എന്ന് വേണ്ട ലളിത സഹസ്രനാമം, വിഷ്ണു സഹസ്രനാമം, നാരായണീയ പഠനം ഇവയൊക്കെ ഇപ്പോഴും നടക്കുന്നുണ്ട്. അപ്പൊ ഈ പറഞ്ഞ എല്ലാ ആൾക്കാരും ഒരുമിച്ച് ഞാൻ പറയട്ടെ, എല്ലാവർക്കും ഈ വേദിയിലേക്ക് സ്വാഗതം. ഇതിന്റെ എല്ലാറ്റിൻ്റെയും മൂലമായിട്ടുള്ള പൂജാ പഠനം ഗ്രൂപ്പിന്റെ 5ാമത്തെ വാർഷിക ആഘോഷ ചടങ്ങുകളാണ് ഇന്ന് നടക്കുന്നത്. ചടങ്ങുകൾ ചില ഓൺലൈനിലാണ് ഇത് പൂജാ പഠനം തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഓൺലൈനായിട്ട് തന്നെയാണ് കാര്യങ്ങൾ നടക്കുന്നത്. അപ്പൊ ഇതിലേക്ക് എല്ലാവരും ഞാൻ സ്വാഗതം ചെയ്യുന്നു. നിങ്ങളെല്ലാവരും തുടർന്നും ഈ ഗ്രൂപ്പിലെ പഠന പ്രവർത്തനങ്ങളുമായിട്ട് സഹകരിക്കുക. തീർച്ചയായും നമുക്കും നമ്മുടെ ഇനി വരുന്ന ഒരു ജനറേഷനും മാർഗദീപമായിട്ടുള്ള ഈ ഗ്രൂപ്പ് ഇനിയും ഐശ്വര്യത്തോടെ ഇനിയും കുറെ ആൾക്കാർക്ക് കൂടി ഭാവിയിലേക്ക് ഗുണകരമായിരിക്കട്ടെ എന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവരും ഞാൻ സ്വാഗതം ചെയ്യുന്നു. താന്ത്രിക വൈദിക പഠന ഗവേഷണ കേന്ദ്രത്തിന്റെ നേതൃത്വത്തില് ഈ പൂജാ പഠന പദ്ധതി 5ാമത്തെ വർഷത്തിലേക്ക് കടക്കുകയാണ്. 1000-ൽ കൂടുതൽ അംഗങ്ങൾ ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ നമ്മുടെ മുഖ്യ ഗുരുനാഥനായിട്ടുള്ള എറാഞ്ചേരി ഹരിഗോവിന്ദൻ നമ്പൂതിരിയുടെ ശിക്ഷണത്തില് പൂജ പഠിച്ചു വരികയാണ്. ഇതിന്റെ ഭാഗമായി ഒരുപാട് തനത് പ്രവർത്തനങ്ങൾ സമൂഹത്തിലെ മുഴുവൻ ആൾക്കാരെയും ഉൾക്കൊണ്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങളിലൂടെയാണ് ഇന്ന് TVSRC മുന്നോട്ട് പോകുന്നത്. സഹസ്രനാമ പഠനം, സംസ്കൃത പഠനം, ഉപനിഷത്ത് പഠനം, കുട്ടികളുടെ കരിയർ ഗൈഡൻസിന് വേണ്ടിയിട്ടുള്ള വാതായനം പദ്ധതികളിലൂടെയുള്ള ക്ലാസ്സുകൾ, ഇങ്ങനെ ഒട്ടനവധി മേഖലകളിലൂടെ ഈ കഴിഞ്ഞ 5 വർഷക്കാലത്ത് 250ഓളം പണ്ഡിത ശ്രേഷ്ഠന്മാർ ഈ പ്ലാറ്റ്ഫോമിൽ 1000-ൽ കൂടുതൽ ക്ലാസുകൾ നമുക്ക് നടത്താൻ സാധിച്ചു എന്നത് ഒരു ഭാഗ്യം തന്നെയാണ്. യശസ്വരനായിട്ടുള്ള വേഴപ്പറമ്പ് കൃഷ്ണൻ നമ്പൂതിരി ഇവിടെ പ്രോത്സാഹനത്തോടു കൂടിയിട്ട്, അദ്ദേഹത്തിന്റെ അനുഗ്രഹാശിസുകളോടുകൂടി അന്നത്തെ തന്ത്രസമാജം ജനറൽ സെക്രട്ടറി ആയിരുന്ന പ്ലാക്കുടി ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയുടെ പിന്തുണയോടുകൂടി ആരംഭിച്ചിട്ടുള്ള ഈ പൂജാ പഠന പദ്ധതി ഇന്ന് പടർന്ന് പന്തലിച്ച് പൂജാ പഠനം മാത്രമല്ല, ഒരു വ്യക്തിയുടെ ജീവിതത്തില്
ഏതൊക്കെ മേഖലകളുമായി നാം ബന്ധപ്പെട്ടിരിക്കുന്നോ, നമുക്ക് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മേഖലകളിലെയും പണ്ഡിത ശ്രേഷ്ഠന്മാരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള, അറിവ് വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള ക്ലാസുകൾ നാം നടത്തി വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ പഠന പദ്ധതി ആരംഭിച്ച കാലം തൊട്ട് തന്നെ തുടങ്ങിയിട്ടുള്ളൊരു വൃക്ഷത്തൈ നടീൽ യജ്ഞം വളരെ നല്ല രീതിയിൽ ഇപ്പോഴും തുടർന്നു പോകുന്നുണ്ട്. കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള അവധിക്കാല ക്യാമ്പ്, അതുപോലെ തന്നെ വൈശാഖ മാസത്തിലെ വൈശാഖ സന്ദേശ പ്രചരണ പ്രവർത്തനങ്ങൾ, പൂജാപഠനം ബാച്ച് 10 പഠിതാക്കൾക്ക് പരിചയം ഉണ്ടാവില്ല. നമ്മൾ ഈ പൂജാപഠന പദ്ധതി ആരംഭിച്ച കാലത്ത് ഉണ്ടായ ഒരു ആശയമായിരുന്നു, അതായത് നമ്മുടെ ഇല്ലത്ത് നമ്മുടെ അംഗങ്ങള് പൂജ പഠിക്കുന്ന സമയത്ത്, നമ്മൾ പൂജ പഠിക്കുന്ന സമയത്ത് അതേ ഗൗരവത്തോടു കൂടി തന്നെ നമ്മുടെ ഇല്ലത്തുള്ള അന്തർജനങ്ങൾ, നമ്മുടെ കുട്ടികൾ, പെൺകുട്ടികളും കൂടി ഇത്തരം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണം എന്ന ഒരു ഉദ്ദേശത്തോടു കൂടി അന്ന് തന്നെ 2020 ഒക്ടോബർ മാസത്തിൽ തന്നെ നമ്മൾ അന്തർജന സഭയുടെ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായി ഒട്ടനവധി സമഗ്രമായ നമ്മുടെ അനുഷ്ഠാനങ്ങളെ കുറിച്ച് അതിന്റെ ശാസ്ത്രീയമായ വിശകലനം നടത്തിക്കൊണ്ടുള്ള ഒരുപാട് ക്ലാസുകൾ നാം നടത്തിയിട്ടുണ്ട്. അതിന്റെ ഒരു സംക്ഷിപ്ത രൂപം എന്ന നിലയ്ക്ക് ഒരു പുസ്തകം കൂടി ഇത്തവണത്തെ 2025 മഹായജ്ഞത്തിൽ വെച്ച് എറണാകുളത്ത് വെച്ച് പുറത്തിറക്കുകയും ചെയ്യുന്നുണ്ട്. പറഞ്ഞു വരുന്നത്, നമ്മുടെ പഠിതാക്കളുടെ ഇല്ലത്തു നിന്നുള്ള അംഗങ്ങൾ ഈ അന്തർജന സഭാ ഗ്രൂപ്പിൽ കൂടി അവരുടെ പെൺകുട്ടികള്, അതുപോലെ തന്നെ അന്തർജനങ്ങളൊക്കെ അമ്മമാരെയൊക്കെ അന്തർജന സഭാ ഗ്രൂപ്പിൽ കൂടി അംഗമാക്കണം എന്ന് കൂടി ഈ അവസരത്തിൽ സൂചിപ്പിക്കുകയാണ്. അപ്പോൾ ഈ TBSRCയുടെ പിന്തുണയോട് നടത്തുന്ന അന്തർജന സഭയുടെ പ്രവർത്തനങ്ങൾ, എല്ലാ വർഷവും നടത്തുന്ന വാർഷിക സംഗമം, വൈശാഖമാസ സന്ദേശ പ്രചരണം, എല്ലാ മാസവും ജൂൺ മാസത്തിൽ നടത്തുന്ന വൃക്ഷത്തൈ നടൽ പ്രവർത്തനങ്ങൾ, കുട്ടികൾക്ക് വേണ്ടി അവധിക്കാലത്ത് നടത്തുന്ന ക്യാമ്പുകൾ, ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലൊക്കെ എല്ലാവരുടെയും പിന്തുണയും സഹകരണവും ഉണ്ടാവണം എന്ന് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ 5ാം വാർഷികത്തില് നമ്മുടെ ഇങ്ങനെ ഒരു പദ്ധതി ആവിഷ്കരിക്കുന്ന സമയത്ത് നമുക്കറിയാം, നമ്മൾ പലപ്പോഴും ഈ നമ്മുടെ ആദ്യകാലത്ത് നമ്മുടെ ഇന്ന് ഞാൻ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട് ശംഖുപൂരണത്തെ കുറിച്ചുള്ള ക്ലാസ്സിൽ വാമൻജിയും അതുപോലെ തന്നെ കരിയന്നൂർ ദിവാരേട്ടനൊക്കെ പറയാറുണ്ട്, കൈക്രിയ പഠിച്ചു, അതായത് പൂജ 3 മണിമുട്ടാൻ പഠിച്ചാൽ പൂജയാവുന്നില്ല. അതിന്റെ ആഴത്തില് ഓരോ സൂക്ഷ്മമായി നിരീക്ഷണ ബുദ്ധിയോടുകൂടി നമ്മളെ പഠിതാക്കള് ഈ പൂജയെ കാണുകയും അഭിവാദ്യം മുതൽ അവസാനത്തെ അഭിവാദ്യം വരെ ഓരോന്നിന്റെയും ചലനങ്ങളും ഓരോന്നിനും അതിന്റെ ആഴത്തിലുള്ള പഠനങ്ങൾ നടത്തിക്കൊണ്ടാണ് നാം ഓരോ ഘട്ടത്തിലും മുന്നോട്ട് പോയി കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇന്നും ഒരു വെബിനാർ സംഘടിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഓരോരുത്തരും ആഴത്തില് ഇതിനെക്കുറിച്ച് മനസ്സിലാക്കുവാനുള്ള ഒരു അവസരം ഉണ്ടാക്കിയെടുക്കുക എന്നതും കൂടി ഇതിന്റെ ഒരു ഉദ്ദേശമാണ്. എല്ലാവർക്കും ഈ വെബിനാറിലേക്ക് സ്വാഗതം ആശംസിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ സെഷൻ ആരംഭിക്കാം. നമസ്കാരം, എൻ്റെ പേര് ബാബു, അണലക്കാട്ട് മനക്കൽ, കൊടക്കാട്. ഞാൻ 10ാം ബാച്ചിലെ ഒരു പഠിതാവാണ്. എനിക്കിന്ന് കിട്ടിയിരിക്കുന്ന വിഷയം ദീപം എന്നാണ്. അപ്പം ഈ വിഷയത്തെക്കുറിച്ച് ഞാൻ 2 ഭാഗങ്ങളായി സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നു. ആദ്യം പൊതുവേ ദീപം എന്ന് പറയുമ്പോൾ എന്താണ് നമുക്ക് തോന്നുക, എന്തൊക്കെയാണ് നമ്മുടെ ഇടയിലുള്ള ആചാരങ്ങൾ. രണ്ടാമതായി പൂജാവിധിയിൽ, പ്രത്യേകിച്ച് മാനസപൂജയിൽ നമ്മൾ ദീപത്തെ എങ്ങനെ ഭഗവാന്റെ മുന്നിൽ പ്രസന്റ് ചെയ്യുന്നു, ദീപമുദ്ര എന്താണ് മാനസപൂജയിൽ, എന്താണ് അതിൻ്റെ മന്ത്രം. ആദ്യം നമുക്ക് ദീപം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് എന്താണ് വരിക? ഒരു വെളിച്ചം, ഒരു പ്രകാശം. എന്നാൽ ഇതിനുമപ്പുറം ദീപത്തിന് നോളജ് അല്ലെങ്കിൽ അറിവ് എന്നൊരു വിശാലമായ അർത്ഥം കൂടിയുണ്ട്. ഒരു പോസിറ്റീവ് എനർജിയാണ് നമ്മൾ ദീപത്തിൽ കാണുന്നത്.
നമ്മൾ ഒരു ഇലക്ട്രിക് ബൾബ് സ്വിച്ച് ഇടുമ്പോൾ നമുക്ക് അവിടെ ഒരിക്കലും ഒരു ഈശ്വര ചൈതന്യത്തെ കാണാൻ പറ്റില്ല. പക്ഷേ നമ്മൾ ഒരു നിലവിളക്ക് കൊളുത്തുമ്പോൾ നമുക്കവിടെ ഒരു ഈശ്വര ചൈതന്യത്തെ കാണുകയും നമ്മൾ ഒരു അനുഗ്രഹം പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. സാധാരണയായി നമ്മുടെ എല്ലാ ഹൈന്ദവ ഗൃഹങ്ങളിലും രാവിലെയും വൈകുന്നേരവും വിളക്ക് കൊളുത്തുന്ന ഒരു സമ്പ്രദായം നിലനിന്ന് പോരുന്നു. അതിന് ചില കൃത്യനിഷ്ഠകളൊക്കെയുണ്ട്. നിലവിളക്കാണെങ്കിൽ എങ്ങനെ തിരി ഇടണം, അതിൽ എന്ത് എണ്ണ ഉപയോഗിക്കണം, എപ്പോഴും വിളക്കിൽ ശുദ്ധമായ എണ്ണ മാത്രം ഉപയോഗിക്കുക. നമ്മൾ സാധാരണയായി ദിവസം കത്തിക്കുന്ന വിളക്കാണെങ്കിൽ കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും 2 തിരി വീതം ഇടുക. അതായത് അഞ്ജലി മുദ്ര കൈകൂപ്പുന്ന രീതിയിലായിരിക്കണം തിരിയുടെ ഒരു കിടപ്പ്. കിഴക്കോട്ട് അല്ല, വിശേഷാൽ ദിവസങ്ങളിൽ നമുക്ക് വേണമെങ്കിൽ ഭദ്രദീപവും ആകാം. അത് 5 തിരിയിട്ടാണ് വിളക്ക് കത്തിക്കുന്നത്. അപ്പോൾ 5 വശങ്ങളിലേക്ക് കിഴക്ക് പടിഞ്ഞാറ് തെക്ക് വടക്ക് വടക്ക് കിഴക്ക് ഈശാനകോൺ ഈ ദിക്കുകളിലേക്കെല്ലാം ഓരോ തിരി ഇട്ട് 5 നാളം വരുന്ന രീതിയിലാണ് ഭദ്രദീപം കത്തിക്കുന്നത്. ഭദ്രദീപം സർവൈശ്വര്യത്തെ പ്രദാനം ചെയ്യുന്നു എന്നാണ് ആചാര്യന്മാർ പറഞ്ഞു തന്നിട്ടുള്ളത്. സംസ്കൃതത്തിൽ ഒരു ശ്ലോകമുണ്ട്, ദീപേന ഹരതു പാപം സർവം തമോ നിവാരണം. നമ്മുടെ എല്ലാ പാപങ്ങളെയും കഴുകിക്കളഞ്ഞ് നമ്മുടെ മനസ്സിലെ അറിവില്ലായ്മയാകുന്ന അന്ധകാരത്തെ അകറ്റി അറിവാകുന്ന പ്രകാശത്തെ പ്രദാനം ചെയ്യുന്നതാണ് ദീപം. സാധാരണ നമുക്ക് വിളക്ക് കൊളുത്തുമ്പോൾ ജപിക്കാൻ പറ്റും അല്ലെങ്കിൽ ചൊല്ലുവാൻ കഴിയുന്ന ശ്ലോകങ്ങളൊക്കെയുണ്ട്. ശുഭം കരോതി കല്യാണം, ആരോഗ്യം ധനസമ്പദ, ശത്രുബുദ്ധി വിനാശായ, ദീപജ്യോതിർ നമോസ്തുതേ. ഇത് അതിൽപ്പെടുന്ന ഒരു ശ്ലോകമാണ്. ഇനി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ പല കർമ്മങ്ങളിലും പുണ്യകർമ്മങ്ങളിലും അനുഷ്ഠാനങ്ങളിലും നമ്മൾ അഗ്നി സാക്ഷിയായിട്ടാണ് ചെയ്യുന്നത്. അപ്പം അതിൻ്റെ പിന്നിലുള്ള ഒരു സയൻസ് എന്താണ്? നമ്മൾ അഗ്നി സാക്ഷിയായി കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മളുടെ കാര്യങ്ങൾക്കൊരു പരിശുദ്ധതയും പവിത്രതയും വരുന്നു. അഗ്നി ഈസ് ദ പ്യൂറസ്റ്റ്, ഫയർ ഈസ് ദ പ്യൂറസ്റ്റ് ഫോം ഓഫ് എനർജിയാണ്. അപ്പോൾ അഗ്നിയിൽ ഒരിക്കലും കറപ്ഷൻ ഇല്ല. അഗ്നി എല്ലാത്തിനെയും, എല്ലാ ദുഷ്ചിന്തകളെയും അല്ലെങ്കിൽ നമ്മളുടെ അഹങ്കാരത്തെയും ശമിപ്പിക്കുന്ന ഒന്നാണ് അഗ്നി. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അഗ്നിസാക്ഷിയായി പല കർമ്മങ്ങളും ചെയ്യുന്നതും. അഗ്നിസാക്ഷിയായി ചെയ്യുമ്പോൾ അതിൻ്റെ പവിത്രതയും പരിശുദ്ധതയും നിലനിൽക്കുന്നതും. ഇനി നമുക്ക് പൂജയിൽ ദീപത്തിനുള്ള പ്രാധാന്യം അതിലേക്ക് നമുക്ക് വരാം. ഒരു പൂജ ചെയ്യുമ്പോൾ നമ്മൾ വിളക്ക് ആദ്യം കൊളുത്തി വയ്ക്കുന്നു. അപ്പോൾ തന്നെ നമ്മൾ അവിടെ ഒരു ഈശ്വരനെ മുന്നിൽ കാണുന്നു. ഇനി മാനസ പൂജ ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിൽ ഭാവന ചെയ്യുകയാണ്. ഗന്ധപുഷ്പങ്ങളും ദീപങ്ങളും എല്ലാം നമ്മൾ മനസ്സിൽ ഭാവന ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു പൂജാരിയുടെ അല്ലെങ്കിൽ പൂജകന്റെ മനസ്സിൽ ദീപം ഭാവന ചെയ്ത് അത് ഭഗവാനിലേക്ക് അർപ്പിക്കുന്ന ഒരു ചടങ്ങാണ് മാനസപൂജ. മാനസപൂജയിൽ നമ്മൾ ദീപമുദ്ര കാട്ടുന്നത് നടുവിരലും പെരുവിരലും ഉപയോഗിച്ചാണ്. പെരുവിരൽ ഇതുപോലെ നടുവിരലിൻ്റെ താഴ്ഭാഗത്തായി കടക്കലായി പിടിച്ച് നമ്മൾ മുകളിലേക്ക് വ്യാപകം ചെയ്യുന്ന രീതിയിൽ ഉരച്ച് കൊണ്ടുപോയി മന്ത്രത്തോടു കൂടി ആണ് നമ്മൾ ദീപമുദ്ര കാട്ടുന്നത്. ഓം രം അഗ്നിയാത്മനാ ദീപം കൽപ്പയാമി എന്ന് പറയുമ്പോൾ നമ്മൾ പറയുകയാണ്, അല്ലയോ രാമ, എൻ്റെ പരിമിതമായ അറിവ് വെച്ച് ഈ ദീപമാകുന്ന അഗ്നിയെ ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു. എൻ്റെ തുടർന്നുള്ള മന്ത്രോച്ചാരണങ്ങൾക്കും നൈവേദ്യം ഉൾപ്പെടെയുള്ള കർമ്മങ്ങൾക്കും ഈ അഗ്നി സാക്ഷിയായി ഇരിക്കട്ടെ. ഈ അഗ്നിദേവൻ ഞാൻ ചെയ്യുന്ന കർമ്മങ്ങളെ, ഞാൻ അർപ്പിക്കുന്ന ദ്രവ്യങ്ങളെയും അങ്ങിലേക്ക് എത്തിക്കട്ടെ എന്നാണ് നമ്മൾ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. ഈ മാനസപൂജയിൽ നമ്മൾ കാണിക്കുന്ന ദീപമുദ്ര പിന്നെയും പൂജയിൽ പല സ്ഥലങ്ങളിലായി വരുന്നതാണ്. നമ്മളുടെ മണിമുട്ടി പൂജയിലും ഒക്കെ ദീപമുദ്ര ഇടയിൽ വരുന്നുണ്ട്. അപ്പോൾ ദീപം എന്ന് പറയുന്നതിന് ഒരു വലിയ അർത്ഥം തന്നെ നമ്മുടെ ആചാര്യന്മാർ നിഷ്കർഷിച്ചിട്ടുണ്ട്. ഒരു വെളിച്ചം എന്നതിനും അപ്പുറം ഇതിന് ഒരു വളരെ വലിയ അർത്ഥവും അറിവും പോസിറ്റീവ് എനർജിയും നമ്മളുടെ എൻവയോൺമെൻറ്റിനെ മൊത്തം പരിശുദ്ധമാക്കി തീർക്കുന്ന ഒരു
സ്ഥാനം ദീപത്തിന് ഉണ്ട്. ഇത്രയും പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം.